സർ, ഒരു അബ്ഡക്ഷൻ നടന്നിട്ടുണ്ട്. സെന്റ് മേരീസ് കോളേജിൽ BA സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന വൺ ഷീബ. ആ കുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ തട്ടിക്കൊണ്ടുപോയി. ഏജ് ബിറ്റ്വീൻ 20 and 25. 2 മണിക്കൂർ മുമ്പ്. അതിന് വിറ്റ്നസ് ഉണ്ട്. ഓഹോ, അപ്പൊ ക്രൈം നടന്നു കഴിഞ്ഞു. യെസ് സർ. ദെൻ നമുക്ക് ഇതെങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? യു റിപ്പോർട്ട് ടു കമ്മീഷണർ DCP, അവർ ടേക്കപ്പ് ചെയ്യട്ടെ. സർ, അത് പിന്നെ ഈ ഐ വിറ്റ്നസ് സിറാജ്, ഇയാളൊരു ഡ്രൈവറാണ്. സംഭവം നടന്ന സെല്ലാർ കാർ പാർക്കിൽ ഒരു വണ്ടിക്കകത്ത് ഇയാൾ ഉണ്ടായിരുന്നു. ഇയാൾ സംഭവം കണ്ടപ്പോൾ മൊബൈലിൽ 1-2 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ആളിന്റെ മുഖം വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഇയാൾ നമ്മുടെ കോൺസ്റ്റബിൾ സുഗതന്റെ ക്ലോസ് ഫ്രണ്ടാണ്. അതുകൊണ്ട് ഇയാൾ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ നേരിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പിന്നെ സർ, ദർ ഈസ് ഓൾസോ അനദർ വിറ്റ്നസ്. സർ, ബിന്ദിയ മാത്യു. ഷീസ് മൈ ഫ്രണ്ട്. യുവർ ഫ്രണ്ട്? യെസ്. സർ, ഞാൻ മോളിന് വെളിയിലേക്ക് വരികയായിരുന്നു. പെട്ടെന്നാണ് ആ കാർ ക്രോസ് ചെയ്തത്. ഞാൻ കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. Then you phoned him. Yes, sir. Okay, call up the commissioner, Kishore. ഓ സർ, നമ്മുടെ അടുത്ത് നേരിട്ട് വന്ന സ്ഥിതിക്ക്. So what? You do what I say. സർ. സർ, ആ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയുടെ അച്ഛനെ ഹോസ്പിറ്റലൈസ് ചെയ്തു. വിവരം അറിഞ്ഞപ്പോൾ നെഞ്ചുവേദന വന്ന് കുട്ടിയുടെ അമ്മ കമ്മീഷണർ ഓഫീസിൽ ചെന്ന് വലിയ ബഹളമാണ്. സാർ, അവർ പറയുന്നത് ഈ തട്ടിക്കൊണ്ടുപോവൽ കുട്ടിയുടെ അച്ഛൻ്റെ നാടകമാണെന്ന്. കഴിഞ്ഞ 5 ദിവസമായിട്ട് അയാളുടെ കൂടെ ആ മകൾ. They are also divorced. അതെ സാർ. യെസ്, കിഷോർ ഹിയർ. അതെ, കമ്മീഷണറോട് സംസാരിക്കും. ഞാൻ ഹോൾഡ് ചെയ്യാം. താൻ നടന്നതൊക്കെ വിശദമായിട്ടൊന്ന് പറ, ഞാനൊന്ന് കേൾക്കട്ടെ. ഹലോ ഹലോ. സോ താൻ കാറിൽ ഇരിക്കുമ്പോൾ അയാൾ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? അതെ സാർ. നിർത്താതെ തുടർച്ചയായി? അതെ സാർ. ഉദ്ദേശം എത്ര സമയം സംസാരിച്ചു കാണും? ഒരു 20 മിനിറ്റോളം. സ്റ്റെപ്സ് ഇറങ്ങി കാർ പാർക്കിലേക്ക് വന്ന പെൺകുട്ടിയുടെ മൊബൈൽ കട്ടായി. അവിടെ നെറ്റ്വർക്ക് ഇല്ല എന്നാ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു. ഇയാളുടെ ഫോണിനും റേഞ്ച് ഇല്ലായിരുന്നു. ഇയാൾ പുറത്ത് വന്നാണ് സുഗതന് ഫോൺ ചെയ്തത്, റൈറ്റ്? അതെ സാർ. പക്ഷെ ആ ചെറുപ്പക്കാരൻ 20 മിനിറ്റ് തുടർച്ചയായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. സോ ആ സെല്ലാർ കാർ പാർക്കിൽ നെറ്റ്വർക്കുള്ള സെൽഫ് സർവീസ് പ്രൊവൈഡർ ഏതാണെന്ന് കണ്ടെത്തണം. ആ കമ്പനി ഏതാണെന്ന് കണ്ടെത്തിയാൽ ആ മാൾ ഇരിക്കുന്ന ഏരിയയിലെ ടവറിൽ നിന്ന് നിർത്താതെ 20 മിനിറ്റ് ഔട്ട് ഗോയിങ് കോൾ നടത്തിയ നമ്പർ ഏതാണെന്ന് കണ്ടെത്താം. ആളെ ഐഡന്റിഫൈ ചെയ്യാം. അവന്റെ കോൾ റിസീവ് ചെയ്ത ആളെ അങ്ങ് പൊക്ക്. കിഷോർ, യു ഹാവ് 20 minutes to do all this. സർ. സർ, കമ്മീഷണർ ലൈനിലുണ്ട്. നേരത്തെ കട്ടാക്കിയതുകൊണ്ട് തിരിച്ചു വിളിച്ചാ. Chandrasekhar here? Nothing, Susan. Calling you was a mistake. ഇതാണ് സാർ 10 വർഷം മുമ്പുള്ള ചന്ദ്രശേഖർ. Hi, baby. Sweetheart. How are you feeling now? You frightened, honey? പേടിക്കണ്ട. ഇതൊരു പ്രായച്ചിത്തമായിട്ട് കൂട്ടിയാൽ മതി. ജനോമിനെ ഹേർട്ട് ചെയ്യുന്നവരെ ദൈവം ശിക്ഷിക്കും. It's a crucifixion. പക്ഷെ 3-ാം നാൾ നീ ഉയർത്തെഴുന്നേൽക്കും ഒരു മാലാഖയായി. My holy angel.
Hey, relax. Relax. Please, no, please, please. Okay, it's all right. It's all right. You're safe. You're safe, okay? I'm from the police. Okay? Help me. Okay. You relax. So my friends are also there. Huh. Please, please. Okay. help us. They're Okay. there in that room. Come. രണ്ടു ദിവസം മുമ്പുള്ള ഉഷാറും ആക്ഷനും കണ്ടപ്പോൾ ഞാൻ കരുതി ആള് വീണ്ടും പഴയ പുലിയായെന്ന്. എവിടെ ദേ പിന്നെയും ചങ്കരം തെങ്ങേ തന്നെ ഒറ്റയ്ക്കിരുന്ന് ചെസ് കളിക്കുന്നു. കഷ്ടം. റഷീദ്, സാർ, തനിക്ക് വന്നേ. എന്തായാലും ആ സെർവന്റിന്റെ കാര്യം? തിരക്കുന്നുണ്ട് സാർ. 2 ദിവസം കൂടി സമയം തരണം. 2 days. ശരി, ജോലി നടക്കട്ടെ. ദിവസം തോറും കത്തുകളുടെ എണ്ണം കൂടുകയാണല്ലോ. എന്റെ സാറേ, ഒരു ഇല്ലന്റെയോ സ്റ്റാമ്പിന്റെയോ ചെലവല്ലേ ഉള്ളൂ. വേൾഡ് ട്രേഡ് സെന്ററിൽ ബോംബ് വയ്ക്കാൻ പോകുന്നെന്ന അറിയിപ്പ് തൊട്ട് അയൽവക്കക്കാരന്റെ വേലി പൊളിക്കാൻ വരുന്നു എന്ന് നിലവിളിക്കുന്ന എഴുത്ത് വരെ ഇതിനകത്തുണ്ട്. കൂടുതലും ഫാൾസ് ഇൻഫർമേഷൻ ആണ് സർ. ജെന്യൂൻ ആയിട്ടുള്ള തിരിച്ചറിയാനാണ് ബുദ്ധിമുട്ട്. തിരിച്ചറിയണം കിഷോർ. ഫാൾസ് മൂവും ജെനുവിൻ മൂവും സൂക്ഷിച്ചു നോക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റണം. സർ, തനിക്ക് ചെസ് കളിക്കാൻ അറിയാം? കുറച്ച് ഐ എം നോട്ട് തറോ വിത്ത് ഇറ്റ്. അങ്ങനെ കുറച്ച് അറിവ് വെച്ച് കളിക്കരുത്. ചെസ്സിലും ജീവിതത്തിലും തോറ്റു. ഇപ്പൊ ഇതിൽ നിന്ന് ഞാനൊരു കത്തെടുക്കാൻ പോവാണ്. ഓക്കെ? എ ജെനുവിൻ വൺ, എ സിഗ്നിഫിക്കന്റ് വൺ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗെയിം. ഓക്കെ? സി. Come on. Yes. Here is my pick. എൻ്റെ പേരിലാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. അതും ചുവന്ന മെഷീൻ. For your eyes only. ജെയിംസ് ബോണ്ട്. പ്രിയപ്പെട്ട ചന്ദ്രശേഖരന്, എത്രയോ വർഷങ്ങളായി ഞാൻ നിങ്ങളെ പിന്തുടരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ആരാധകനാണ്. അല്ല, തിരുത്തുന്നു, ആരാധകനായിരുന്നു. ഒരു 10 വർഷം മുമ്പ് വരെ കേരളത്തിലെ ഏറ്റവും സമർത്ഥനായ പോലീസ് ഓഫീസറായിരുന്നു നിങ്ങൾ. നിങ്ങൾ തെളിയിച്ച കേസുകൾ, നിങ്ങളുടെ ബുദ്ധികൂർമ്മത, നിങ്ങൾ നടത്തിയ ചില ഒറ്റയാൾ പോരാട്ടങ്ങൾ എല്ലാം എനിക്ക് മനഃപ്പാഠമാണ്. പക്ഷെ കഴിഞ്ഞ 10 വർഷങ്ങളായി നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. സ്വകാര്യ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ നിങ്ങളിലെ കുറ്റാന്വേഷകൻ നിർജീവമായി. നിങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ ഒളിച്ചോടി. നിങ്ങളോടുള്ള എൻ്റെ ആരാധനയും കെട്ടടങ്ങി. പക്ഷേ 2 ദിവസം മുമ്പ് കുറ്റകൃത്യം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ ജെറോം എന്ന കുറ്റവാളിയെ കണ്ടെത്തി കീഴടക്കി താങ്കൾ എന്നെ വീണ്ടും അത്ഭുതപ്പെടുത്തി. നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തി നിങ്ങൾ ഇപ്പോഴും എപ്പോഴും നിങ്ങളാണെന്ന്. കേരളത്തിലെ ഏറ്റവും സമർത്ഥനും ധീരനുമായ പോലീസ് ഓഫീസർ നിങ്ങൾ ഒരിക്കൽ കൂടി പഴയ ഉദാസീനതയിലേക്ക് മടങ്ങുന്നത് എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളെ സജീവമാക്കി നിലനിർത്താൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഒറ്റയ്ക്കുള്ള ചെസ് കളി അവസാനിപ്പിച്ചേക്കൂ. മറുവശത്ത് ഇനി മുതൽ ഞാനുണ്ട്. ലെറ്റ് us start the game. ആദ്യ ഗെയിമിന്റെ സ്ഥലവും തീയതിയും ഇതാണ്. സ്ഥലം ആദിത്യപുരം. തീയതി ഈ മാസം 10-ാം തീയതി.
നമുക്ക് കളി തുടങ്ങാം ചന്ദ്രശേഖർ. എന്നെ നിരാശപ്പെടുത്തരുത്. ആരാധനയോടെ നിങ്ങളുടെ വിശ്വസ്ത മിത്രം സെഡ്. എന്ത് തോന്നുന്നു? ഇത് തട്ടിപ്പാണ് സർ, ഫേക്ക്. നമ്മളിത് കാര്യമായിട്ട് എടുക്കണ്ട. ഇതിലെന്തോ വശപ്പശമുണ്ട് സാർ. ദിസ് ഇസ് ജെനുവിൻ. യു ആർ റൈറ്റ്. സാർ, ഈ കത്തെടുത്തത് എൻ്റെ ഒരു ഗെയിമായിരുന്നു. പക്ഷെ മറുവശത്ത് ഇങ്ങനെ ഒരു കളിക്കാരനുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിത്തിങ് ക്യാൻ ഹാപ്പൻ ബിഫോർ ദ നെക്സ്റ്റ് മൂവ്. ദിസ് ഇസ് ദ ഏരിയ. ഇവിടെ നിന്നും ഏകദേശം 7.5 കിലോമീറ്റർ അകലെയാണ് ആദിത്യപുരം. ഇതൊരൊഴിഞ്ഞ കടൽ തീരമാണ്. സർ, ജില്ലയിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലങ്ങളിലൊന്ന്. ഇവിടെ ക്രൈം റേറ്റും കുറവാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് എന്ത് മുൻകരുതൽ എടുക്കാനാണ് സാർ? സാർ, സ്ഥലം SIയെ ഇമ്മീഡിയറ്റ് ആയി ബന്ധപ്പെടണം. സാർ, 10-ാം തീയതി അയാളോട് നാലേട്ടാവാൻ പറയാം. സാർ, പിന്നെ നമ്മുടെ കൂടെയുള്ള 3 പേരെ അവിടെ സർവലൻസിനിടാം. സാർ, സംശയകരമായിട്ട് എന്തെങ്കിലും കണ്ടാൽ റിപ്പോർട്ട് ചെയ്യാൻ പറയാം. സാർ. February 10th. February 10th is a bad day for me. ആരാണ് ഈ ആദർശ്? എന്താ കാര്യം? ഞാൻ കിഷോർ, പോലീസ്. താനല്ലേ ഈ ബാൻഡിന്റെ പ്രധാന ദിവ്യൻ, ദ മാൻ ഇൻ ചാർജ്? സർ, അതെ, എനിക്ക് 1-2 സംഗതികൾ അറിയണം, പെട്ടെന്നറിയണം. ഈ ബീന തോംസൺ നിങ്ങളുടെ ബാൻഡ് വിടാൻ തീരുമാനിച്ചിരുന്നോ? ബീനയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു തീരുമാനം എടുക്കരുതെന്ന് ഞാൻ അവളോട് റിക്വസ്റ്റ് ചെയ്തു. പിന്നെ വിവരം പുറത്തറിഞ്ഞൊരു സംസാരമാകാൻ നോക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം അത് ബാൻഡിന് ക്ഷീണം ചെയ്യും. പറഞ്ഞതിലും അല്പം കള്ളമുണ്ടല്ലോ ആദർശ്. താൻ അപേക്ഷിക്കൊന്നും അല്ലായിരുന്നു, ബാൻഡ് വിടാൻ പറ്റില്ല എന്ന് കടുപ്പിച്ചങ്ങ് തീർത്ത് പറഞ്ഞു അല്ലേ? സർ, അത് തനിക്ക് അവളോട് പ്രേമമായിരുന്നു. എന്നാ നമുക്ക് പോവാം. എങ്ങോട്ടാണ് സർ? പോവാന്നേ. സർ, ഞാനൊന്ന് പറഞ്ഞു. ഇവന്റെ കയ്യിൽ നിന്ന് നമുക്ക് പലതും കിട്ടാനുണ്ട് സർ, അതാ ഞാൻ പൊക്കിക്കൊണ്ടുവന്നത്. ബീനയുടെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഒരു കാര്യം വ്യക്തമാണ്. ബീന ആരോ ഒരാളുമായി അടുപ്പത്തിലായിരുന്നു. അയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ അയാൾക്കൊപ്പമാവാം അവൾ പ്രോഗ്രാം കഴിഞ്ഞ് ഒറ്റപ്പെട്ട ആ സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് ആ കാറിൽ പോയത്. സാർ, ചില പെൺപിള്ളേർക്ക് കല്യാണമൊക്കെ ഒരു വശത്ത് കിടക്കും. വേറെ ഏതെങ്കിലും ഒരുത്തിനോട് ഒരു ഗും തോന്നിയാൽ അവനോടൊപ്പം ഒരു ഹാപ്പി ടൈപ്പ്. അങ്ങനെ ആകാമല്ലോ. ഇതങ്ങനല്ല ഋഷി. ബീന അവളുടെ അഫയർ വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്നു. സോ അവളുടെ കാമുകനുമായിട്ടുള്ള കൂടിക്കാഴ്ചകളും രഹസ്യമായിരുന്നിരിക്കണം. അന്ന് രാത്രി അവളോടൊപ്പം ഉണ്ടായിരുന്ന അവളുടെ കാമുകനാണ്. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. ആൻഡ് ദാറ്റ് മീൻസ് ഹെർ ലവർ ഇസ് ഹെർ കില്ലർ. ഹൂ ഈസ് ഹി? അതാരാണെന്നതിനെ പറ്റി ഇവനെന്തെങ്കിലും സൂചന തരാൻ പറ്റും സർ? ഇവന് ബീനയോട് കടുത്ത പ്രണയമായിരുന്നു. തനിക്ക് ഈ നൈറ്റ് റൈഡേഴ്സിന്റെ ഇന്നർ ഡീറ്റെയിൽസിനെ കുറിച്ച് കുറെ അറിയാമല്ലോ. അതെങ്ങനെ? അത് സർ, എൻ്റെ ആ ഫ്രണ്ടില്ലേ ബിന്ധ്യ, അവൾ ഈ ട്രൂപ്പിന്റെ വലിയ ഫാനാണ്. ബീനയുടെ ലാസ്റ്റ് പ്രോഗ്രാം വരെ അവൾ അറ്റൻഡ് ചെയ്തിരുന്നു. ഷീ നോസ് ഇൻ ആൻഡ് ഔട്ട് അബൌട്ട് ദ ട്രൂപ്പ്. ഓ, ബിന്ധ്യ, യുവർ ഫ്രണ്ട്. യെസ്. തൻ്റെ ഫ്രണ്ട് കൊള്ളാമല്ലോ. എല്ലാ ക്രൂഷ്യൽ സ്ഥലത്തും ഉണ്ടാവും, ഒരു സാക്ഷിയായി. ഫ്രണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞു? പറഞ്ഞതൊക്കെ ഞാനിതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സർ. പ്ലേ ഇറ്റ്. സർ, വെരി ഇൻട്രസ്റ്റിംഗ്. താനും ബീനയും പിന്നെ മറ്റു 2 സുഹൃത്തുക്കളും ചേർന്നാണ് നിങ്ങളുടെ ട്രൂപ്പ് തുടങ്ങിയത് 5 വർഷങ്ങൾക്ക് മുമ്പ്. യെസ് സർ. 4 മാസങ്ങൾക്ക് മുമ്പ് ബീന ട്രൂപ്പ് വിടാൻ തീരുമാനിച്ചു. വൈ? കാരണം കൃത്യമായിട്ട് എനിക്ക് അറിയില്ല സർ. വേണമെങ്കിൽ ഞാൻ ചോദിക്കാം സാർ. വേണോ? വേണ്ട സർ. സർ, ബീന ആരോട് സ്നേഹത്തിലായിരുന്നു. കല്യാണം കഴിച്ച് വെളിയിൽ എവിടെയോ പോയി സെറ്റിൽ ചെയ്യാനായിരുന്നു അവളുടെ പ്ലാൻ. ആരാണ് അയാൾ? അറിയില്ല സർ, സത്യമായിട്ട് എനിക്കറിയില്ല സർ. അപ്പോ
നിനക്ക് നല്ല പ്രേമനൈരാശ്യം ഉണ്ടായിരുന്നു. ശരിയാണോ ആദർശ്? വെരി ഇൻ ലവ് വിത്ത് ഹർ ഡെസ്പറേറ്റ്ലി. യെസ് സർ. ഇക്കാലം അത്രയും ഞാൻ അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കായിരുന്നു. പക്ഷേ അവൾ എന്നെ ഒഴിവാക്കായിരുന്നു. എന്നെ മാത്രമല്ല, മറ്റു പലരെയും. അവളൊരു തനി ഫ്ലേർട്ടായിരുന്നു. എല്ലാവരെയും സുഖിപ്പിച്ച്, എന്നാൽ ആർക്കും പിടികൊടുക്കാതെ. യുനോ വാട്ട് ഐ മീൻ? ഒടുവിൽ ഏതോ ഒരുത്തരുമായി കയറിക്കൊരുത്തു. അതെ സാർ. പക്ഷെ അത് ആരാണെന്ന് അവൾ ആരോടും പറഞ്ഞില്ല. അടുത്ത മാസം കല്യാണം ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞു. കൊല്ലപ്പെട്ട രാത്രി ബീന അവസാനമായി പാടിയ പാട്ടിന്റെ ലിറിക്സ് ചേഞ്ച് ചെയ്തിരുന്നു. വൈ? തൻ്റെ ഫ്രണ്ട് തന്നോട് പറഞ്ഞതായി കാര്യം ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത്ര പ്രാധാന്യമുള്ളതായി തോന്നാത്തതുകൊണ്ട് താനിത് രജിസ്റ്റർ ചെയ്തില്ല. താൻ പറ, ആരാ നിങ്ങളുടെ ഈ പോപ്പുലർ നമ്പറിന്റെ താൻ എഴുതിയ ലിറിക്സ് മാറ്റിയത്? ബീനയാ. അവളത് എന്തിനു ചെയ്തു എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനെ ചൊല്ലി ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. അവർ ലാസ്റ്റ് ക്വാറൽ. It's a nice one. I think I'll go with it. ബീന, Hey, I'm here. Ma'am, how is the show going? Yeah, good, good. It's happening today. Why don't you come? Sure, why not? I will. It's a pleasure. Thanks, ma'am. Thank you. വെയിറ്റ് ജസ്റ്റ് റീവൈൻഡ്. അപ്പോൾ ബീനയ്ക്കൊപ്പം അവിടെ ഒരു സെയിൽസ്മാൻ ഉണ്ടായിരുന്നു. ഉവ്വ് സർ. റഷീദ്, സർ. ആലീസിന്റെ കൊല നടന്ന ദിവസവും പരിസരത്ത് ഒരു സെയിൽസ്മാന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു സർ. ഒടുവിൽ ഒരു ലിങ്ക്, ഒരു കോമൺ ഫാക്ടർ. യു ക്യാരി ഓൺ. Yes, dude. എന്തിനാ ഇങ്ങനെയുള്ളമാരുടെ അടുത്ത് നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നത്? ഒക്കെ ഫേക്ക് പ്രോഡക്ട്സ് ആയിരിക്കും. Hey, it's nice. ബീന, Just feel it. Hey, don't you think that guy looks hot? ഞാനൊരു കാര്യം ചോദിക്കാനാണ് വന്നത്. ആരോട് ചോദിച്ചാ നീ ഞാനെഴുതിയ ലിറിക്സ് മാറ്റിയത്? ദോസ് ഇംഗ്ലീഷ് ലൈൻസ്. ആരോടും ചോദിച്ചില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹ്യൂജ് ഹിറ്റ് നമ്പറിന്റെ വരികൾ. അത് തോന്നിയ പോലെ മാറ്റാമെന്ന് പറഞ്ഞാ നോ, ഐ കാൻ ലെറ്റ് യു ഡു ദാറ്റ്. തന്റെ ലിറിക്സ് കൊണ്ടാണോ എന്റെ മ്യൂസിക് കൊണ്ടാണോ പാട്ട് ഹിറ്റായത്? ഞാൻ മാറ്റി എഴുതിയ ലൈൻസ് കേട്ടവരൊക്കെ പറഞ്ഞു നേരത്തെക്കാളും നന്നായിട്ടുണ്ടെന്ന്. സോ റൊമാൻറ്റിക്, സോ ടെൻഡർ. ബീന, തോന്നിവാസം ഇവിടെ പറ്റില്ല. പറ്റും. എന്റെ കാല് പിടിച്ചിട്ടാ ഞാൻ ഇവിടെ തുടരുന്നത്, മറക്കണ്ട. പിന്നെ തന്റെ ഈ നിരാശാ കാമുകന്റെ ഫ്രസ്ട്രേഷൻ ശരിക്കും ബോറടിക്കുന്നുണ്ട്. Go out of it, baby. ബീനയുടെ കാറിൽ നിന്ന് കിട്ടിയ അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് എല്ലാം ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട് സർ. എനി ഇൻട്രസ്റ്റിംഗ് ഡേറ്റ ഇൻ ദിസ് ഫോൺ? ഫോട്ടോസും മെസ്സേജസ് ഒന്നുമില്ല. പക്ഷേ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് സർ. ബീന ആരെയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അയാൾ കൈ കൊണ്ട് ലെൻസ് കവർ ചെയ്യുന്നത്. ആ, ഓക്കെ, ലെറ്റ്സ് ഹാവ് എ പ്രൊജക്ഷൻ. പ്ലേ ഇറ്റ് അഗൈൻ. സർ, എപ്പോഴും ഈ നിയമപുസ്തകങ്ങൾ മാത്രം വായിച്ചെങ്ങനെയാ? ട്രൈ സംതിങ് ലൈക്ക് ദിസ്. ഇറ്റ്സ് ഗ്രേറ്റ് ഫിക്ഷൻ. അയ്യോ, ഇതെന്റെ ടേസ്റ്റ് അല്ല. ഇതിന്റെയൊക്കെ ആള് ദാ അപ്പുറത്ത് നിപ്പുണ്ട്, മോള്. അവള് തനി അച്ഛൻകുട്ടിയാ. സാഹിത്യം, അഭിനയം, സംഗീതം. അവൾ അച്ഛൻ്റെ മകളാണെന്ന് പറയുന്നതിൽ ദീപ്തിക്ക് ഒരല്പം അഭിമാനമുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? ഉണ്ടാവാം. I'm really sorry. It's okay. I didn't mean to hurt you. It's I'm all really right. sorry. Okay. Sorry. എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. ഒരു അങ്കിളുമായിട്ട് ഞാൻ കൊളൈഡ് ചെയ്തു. ഈ ബുക്സ് ഒക്കെ താഴെ വീണു. ശരി, വാ.
നമ്മുടെ കേസിൽ സുപ്രധാനമായൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായിരിക്കുന്നു. ഇതുവരെ നമ്മൾ ധരിച്ചിരുന്നത് കൊല്ലപ്പെട്ട ആലീസും ബീനയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ്. എന്നാൽ വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുള്ള പരസ്പരം ബന്ധമുള്ള 2 കൊലപാതകങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നതാണ് സത്യം. കിഷോർ, പ്ലേ ഇറ്റ് അഗൈൻ ആൻഡ് ഫ്രീസ് ഓൺ ദാറ്റ് മഗ്. യെസ് സർ. ഇതാണ് ആലീസിന്റെ കോഫി പബ്ബിൽ ഉപയോഗിച്ചിരുന്ന മഗ്. See this. മൊബൈൽ ക്യാമറയിൽ ബീന ഷൂട്ട് ചെയ്തപ്പോൾ മഗ്ഗിലെ AL എന്ന 2 അക്ഷരങ്ങൾ ഫ്രെയിമിന് പുറത്തായിരുന്നു. ദാറ്റ് മീൻസ് ഇത് ഷൂട്ട് ചെയ്തത് ആലീസിന്റെ കോഫി പബ്ബിൽ വെച്ചാണ്. അപ്പോ ബീനയും ബീനയുടെ രഹസ്യ കാമുകനും തമ്മിൽ കണ്ടിരുന്നത് ആലീസിന്റെ കോഫി പബ്ബിൽ വെച്ചായിരുന്നു. ദാറ്റ് ടു ഇൻ ദ നൈറ്റ്. പബ്ബിൽ നിന്ന് എല്ലാവരും പോയ ശേഷം ആലീസിനെ മാത്രം സാക്ഷി നിർത്തി. ഈ വിഷ്വൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നൈറ്റിലാണ്. To the smell of coffee, I wanna walk with you by the sea. അവസാനമായി പാടിയ പാട്ടിൽ ബീന സ്വന്തമായി മാറ്റി എഴുതിയ വരികൾ. ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ നോക്കൂ. കോഫി, സീ, വണ്ടർലാൻഡ്. വണ്ടർലാൻഡ്, ഈ വാക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു ഇമേജ് എന്താണ്? ഏറ്റവും പ്രസിദ്ധമായ ഒരു പുസ്തകത്തിന്റെ പേര് ആലീസ് ഇൻ വണ്ടർലാൻഡ്. യെസ്, വണ്ടർലാൻഡ്, കോഫി, സീ. പ്രണയത്തെപ്പറ്റി ബീന കുറിച്ച വരികളിൽ അബോധമായി റിഫ്ലക്ട് ചെയ്യുന്ന സെറ്റിംഗ് ആലീസ് കോഫി പബ്ബിൻ്റെതാണ്. സോ ലെറ്റ് us conclude. കാമുകയായ ബീനയെ മാത്രമല്ല, ബീനയുമായുള്ള തന്റെ രഹസ്യ പ്രേമത്തിന്റെ ഒരേ ഒരു സാക്ഷിയായ ആലീസിനെയും കൊന്നത് ബീനയുടെ സീക്രട്ട് ലവറാണ്. സർ, ബീനയുടെ കോൾ ലിസ്റ്റിൽ കഴിഞ്ഞ 2 മാസമായി ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്നത് ഒരു ബാംഗ്ലൂർ ബേസ്ഡ് പ്രീപെയ്ഡ് നമ്പറാണ്, വിച്ച് വാസ് റോമിംഗ് ഇൻ കേരള. അവിടെ ഏതൊരു ടാക്സി ഡ്രൈവറുടെ പേരിലാണ് ഈ നമ്പർ എടുത്തിരിക്കുന്നത്. ഇതേ നമ്പറിൽ നിന്നും ആലീസിന്റെ നമ്പറിലേക്കും കോളുകൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ആ നമ്പർ സ്വിച്ച് ഓഫ് ആണ് സർ. ഉപയോഗം കഴിഞ്ഞു, അവൻ ആ നമ്പർ ഉപേക്ഷിച്ചു. പക്ഷേ പിന്നെയുണ്ടല്ലോ ലൂസ് എൻഡ്സ് ചന്ദ്ര. കൊല നടന്ന സ്ഥലങ്ങളിലുള്ള ഒരു സെയിൽസ്മാന്റെ പ്രസൻസ്. സാർ, അയാൾ അങ്ങനെ അധികം സ്ഥലങ്ങളിലൊന്നും സെയിൽസിന് പോയിട്ടില്ല. അയാൾ വിൽക്കുന്നത് പല ബ്രാൻഡിലുള്ള പലയിടത്തു നിന്നായി കളക്ട് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അയാളുടെ കമ്പനിയുടെ പേര് മിറാഷ്. ഡീറ്റെയിൽസ് ഇതിലുണ്ട് സർ. ഈ പേരും അഡ്രസ്സും ഒക്കെ ഫേക്കാണ് സർ. ഈ കൊലപാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ഇയാളെന്നതിൽ സംശയമില്ല. മിറാഷ് എന്ന പേരിന്റെ അർത്ഥം തന്നെ ഇമാജിനറി, സാങ്കല്പികമെന്നാണ്. സോ വാട്ട് യു സജസ്റ്റ്? നമ്മളെ വഴിതെറ്റിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ സെയിൽസ്മാൻ. അതുപോലെ അക്ഷരമാല ക്രമത്തിൽ കൊല്ലുന്ന ഒരു സീരിയൽ കില്ലർ. ഇറ്റ് ഈസ് ജസ്റ്റ് എ മിറാഷ്. പക്ഷേ സാർ, യെസ്, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യൂ? വളരെ സിമ്പിളായി പ്ലെയിനായി ഈ കൊലകൾ നടത്താവുന്നതല്ലേ ഉള്ളൂ. യെസ്, യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇവിടെ ഫിക്ഷൻ ഉണ്ട്, എക്സാജറേഷൻ ഉണ്ട്, മിസ്റ്ററി ഉണ്ട്. കൊലപാതകങ്ങളെ അക്ഷരമാല പുസ്തകത്തിലെ പേരുകളായി കാണുന്ന ഒരു കുട്ടിയുടെ വിചിത്രമായ മാനസിക വ്യാപാരമുണ്ട്. എന്നോടുള്ള വെല്ലുവിളിയുണ്ട്. ഞാനിതിൽ ഇൻവോൾവ് ആവണമെന്ന് നിർബന്ധമുണ്ട്. വൈ? പക്ഷെ ഒന്നുണ്ട് സാർ, ഇപ്പോൾ ഈ കില്ലറിനെ കുറിച്ച്, അവന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. അവന്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്താണ് ഇപ്പോൾ ഞാൻ കരുനീക്കുന്നത്.